ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഒരു കഴിഞ്ഞ ആഴ്ച ഞാനൊരു പാവാടയുടെ ക്ലാസ് തന്നെ ഇട്ടത്. ഇന്നിടുന്നത് ഒരു പാവാടയുടെ ക്ലാസ് തന്നെ. പക്ഷെ അതൊരു വേറൊരു പാവാടയാണ്. നമ്മൾ സാധാരണ ഞൊറു ഇട്ട് തയ്ക്കുന്ന പാവാടയല്ല, ഇത് ക്രോസിന് വെട്ടി തയ്ക്കുന്ന ഒരു പാവാട. അത് നമ്മളിതുപോലെ ക്രോസിന് തുണി എടുക്കണം. ഇതുപോലെ മൂല തിരിച്ച് നമ്മൾ ക്രോസിന് പാവാട തുണി. ഇത് സെറ്റ് പാവാടയ്ക്ക്, അതായത് നമ്മളെ റെഡിമെയ്ഡ് വരുന്ന പട്ട് പാവാട പോലത്തെ പാവാട ഇത് തയ്ക്കാൻ പറ്റൂല. അല്ലാതെ പ്ലെയിൻ തുണിയിൽ നമുക്ക് ഇതുപോലെ പാവാട തയ്ക്കാം. ആദ്യം ഇത് ക്രോസിന് ഇടണം. മൂല പിടിച്ച് ക്രോസിന് ഇട്ടിട്ട് വീണ്ടും അടുത്ത മൂലയിലേക്ക് അടുത്ത ക്രോസ് എടുക്കണം. ഇങ്ങനെ ഒരു ക്രോസ് എടുക്കണം, അത് അടുത്ത മൂലയിൽ നിന്ന് വേറൊരു ക്രോസ് ആക്കണം. ഇങ്ങനെയാണ് നമ്മൾ ആ പാവാട തയ്ക്കാനായിട്ട് തുണി മടക്കി എടുക്കുന്നത്. അതെങ്ങനെയാണ് മടക്കുന്നതെന്ന് ഇത് നോക്കിയോ. ഇതൊരു തുണിയാണെങ്കിൽ ആദ്യം ഇത് ഇങ്ങനൊരു ക്രോസ് നമ്മൾ മടക്കും. പിന്നെ അത് അടുത്ത മൂലയിലേക്ക് വീണ്ടും ഒരു ക്രോസ് ഇങ്ങനെ മടക്കും. ഇങ്ങനെയാണ് നമ്മൾ ആ ക്രോസിൻ്റെ ഇപ്പം ഞാൻ വെട്ടാൻ പോകുന്ന തുണി മടക്കി അയക്കുന്നത്. അതൊരു ചതുരം തുണിയാണെങ്കിൽ അത് ഒരു ക്രോസ് മടക്കി അടുത്ത ക്രോസ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം, അതാണ് നമ്മുടെ അരഭാഗം. അത് നമ്മൾ എത്രയാണ് അരഭാഗം വേണ്ടിയെന്ന് വെച്ചാൽ അത് അളന്നെടുക്കണം. എത്ര ഇഞ്ച് നമുക്ക് അരവണ്ണം വേണമെന്ന്. എന്നിട്ട് അവിടുന്ന് താഴോട്ട് ടേപ്പ് പിടിച്ച് തുല്യമായിട്ട് എത്ര ഇഞ്ചാണോ നമുക്ക് താഴോട്ട് വേണം, അത് തുല്യമായിട്ട് ആ അരയിൽ നിന്ന് ഇങ്ങനെ വളച്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അതിങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത്. അത് അരഭാഗം വെട്ടിയെടുക്കണം, പിന്നെ താഴെ ഇറക്കത്തിന് വെട്ടിയെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഇപ്പം ഈ തുണി തയ്ക്കാൻ പോകുന്നത്. ഇത് മുകളിൽ ആദ്യം നിങ്ങൾ വെട്ടുമ്പോൾ എപ്പോഴും അരഭാഗം 1 ഇഞ്ച് കുറച്ചിട്ട് വേണം വെട്ടാൻ. അതായത് 4 ഇഞ്ച് നമുക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് കുറച്ച് നമ്മൾ വെട്ടണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അരഭാഗം കൂടിപ്പോവും. അതുകൊണ്ട് പിന്നീട് നമ്മൾ ഇത് തയ്ച്ചൊക്കെ തീർന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അരഭാഗം അളന്ന് നോക്കിയിട്ട് കുറച്ച് കൂട്ടാം. ഇത് നിന്നിട്ട് നമ്മൾ ഇറക്കുന്ന ഇതുപോലെ എത്ര ഇഞ്ചാണ് ആദ്യം നടുക്ക് വെച്ച് പിടിക്കണം. കാരണം നടുക്കാണ് തുണി കുറവുള്ളത്. അപ്പം നടുക്ക് എത്ര ഇഞ്ച് മാക്സിമം ലോങ്ങിൽ കിട്ടുമോ അത് നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ സൈഡ് പിടിച്ച് കൃത്യമായിട്ട് ഒരേ അളവായിരിക്കണം. ഇതിപ്പോൾ ഞാനൊരു 18 ഇഞ്ചാണ് താഴത്തെ അളവ് എടുത്തേക്കുന്നത്. അത് തുണി ഉള്ള കണക്ക് വീതിക്ക് തുണി എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചെടുക്കാം. ഇല്ലെങ്കിൽ കുറേ കൂടെ ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ നമ്മൾ മാക്സിമം ഇറക്കം വെച്ചിട്ട് അവിടെ ഈ സെൻറ്റർ ഭാഗത്ത് വേറെ പീസ് വെച്ച് ചേർക്കേണ്ടി വരും, ഇറക്കം കൂട്ടാൻ വേണ്ടി. ഇതിപ്പോൾ ഞാനിങ്ങനെ ഇതൊരു 18 ഇഞ്ചിൽ ഞാൻ ആദ്യത്തെ ഇറക്കം എടുത്ത്, ഇതൊരു തട്ട് പാവാടയാണ് ഞാൻ നിങ്ങൾക്ക് തയ്ച്ച് കാണിക്കുന്നത് കേട്ടോ. തട്ട് പാവാട, തട്ടായിട്ട് കിടക്കുന്ന ഒരു പാവാട. അത് അരഭാഗമാണ്. ആദ്യം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ താഴെ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു, കണ്ടോ? ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇത് ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ തട്ട് പാവാടയാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ തട്ടിൻ്റെ തുണിയാണ് അത്. ഇനി അടുത്ത പീസ് എടുത്ത് വീണ്ടും അതേപോലെ തന്നെ മടക്കണം. നമ്മൾ കോണ് പിടിച്ച് അതേപോലെ മടക്കി തുണി എത്രത്തോളം ലെങ്ത്തിലും വീതിക്കും ഒക്കെ ഉണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് പാവാടയുടെ ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതുപോലെ പഴയ സാരികളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് വെട്ടി തട്ട് പാവാടകളൊക്കെ തയ്ച്ച് കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അല്ലാതെ തന്നെ തുണി എടുത്ത് ഇതുപോലത്തെ തുണികൾ കിട്ടും, അതൊക്കെ എടുത്ത് നല്ല തട്ട് പാവാടയൊക്കെ കുട്ടികൾക്ക് തയ്ച്ചിട്ടെടുത്ത് നല്ല ഭംഗിയാണ് കാണാൻ. ആദ്യം നമ്മൾ അരഭാഗം അപ്പം നമ്മൾ 3 തട്ടിൻ്റെ അരഭാഗം ഒരേ അളവായിരിക്കണം കേട്ടോ.
ഇറക്കം മാത്രമേ വ്യത്യാസമുള്ളൂ. ആദ്യം സെൻറ്ററിൽ പിടിക്കണം, എത്ര ഇറക്കം കിട്ടുമെന്ന് നോക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ സൈഡ് അളന്നാൽ പിന്നെ സെൻറ്ററിൽ നമുക്ക് വേറെ പീസ് ചേർക്കേണ്ടി വരും. കാരണം അങ്ങനെ ഇങ്ങനെ കോണ് പിടിച്ച് അളക്കുമ്പോൾ സെൻറ്ററിൽ വീതി കുറവായിരിക്കും, സൈഡിലായിരിക്കും വീതി കൂടുതൽ. നമ്മളിങ്ങനെ ഒരേ കണക്കായിരിക്കണം ആ അരഭാഗത്തുനിന്ന് താഴോട്ട് ടേപ്പ് വെച്ച് അളന്ന് നമ്മൾ എടുക്കാനുള്ള എത്ര കിട്ടുമോ അത്ര എടുക്കണം. ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ഒരു ചുരിദാർ ആൾട്രേഷൻ്റെയും കൂടെ കൊടുത്തിട്ടുണ്ട്. ചുരിദാറിൻ്റെ ഷോൾഡർ ഇറങ്ങിപ്പോയാൽ അതെങ്ങനെ കറക്റ്റ് ആക്കുമെന്നുള്ള ഒരു ആൾട്രേഷൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ആവശ്യമുള്ളവരൊന്ന് കാണുക. അതും ഒരു ഇനി അടുത്ത ഒരു തട്ട്, ഞാൻ 3 തട്ടിൻ്റെ പാവാടയാണ് നിങ്ങൾക്ക് തയ്ച്ച് കാണിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ക്രോസ് ആയിട്ട് മടക്കുക. മടക്കി വീണ്ടും ഇങ്ങനെ മൂല തിരിച്ച് മടക്കുക. ഇങ്ങനെ കോണാക്കി എടുത്തിട്ട് വീണ്ടും നേരത്തെ കട്ട് ചെയ്ത് അരഭാഗം നമ്മൾ 3 പാവാടയായ അരഭാഗം ഒരേ അളവായിരിക്കണം. അതിൽ മാറ്റം വരാൻ പാടില്ല. 3 ഇഞ്ചാണെങ്കിൽ 3 ഇഞ്ച്, 4 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ച്, 5 ഇഞ്ചാണെങ്കിൽ 5 ഇഞ്ച്, അങ്ങനെ ഒരേ അളവിൽ തന്നെ നമ്മൾ അരഭാഗം അളന്നെടുക്കണം. അത് നിങ്ങൾ ആർക്കാണോ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും അരഭാഗം അളന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വേണം നിങ്ങൾ അരഭാഗം അളന്നെടുക്കാനുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നിൻ്റെ ഞാൻ അളവ് പറഞ്ഞു തരാത്തത്. ഒരളവിലല്ല നമ്മൾ ബ്ലൗസോ അല്ലെങ്കിൽ ഏതും തയ്ക്കുന്നത് ഒരളവിലല്ല. അപ്പോൾ അതനുസരിച്ച് തയ്ക്കുക. അരഭാഗം ഈ പാവാട എടുക്കുന്ന ആദ്യം എടുത്ത് എത്രയാണോ അതേ ഭാഗം നമ്മൾ വീണ്ടും എടുക്കണം. ഇപ്പം നമ്മൾ 3 തട്ടും തയ്ച്ച് കഴിഞ്ഞ് 3 തട്ടിൻ്റെയാണ് ഞാൻ തയ്ക്കാൻ എടുക്കുന്നത്. അപ്പം 3 തട്ടും തയ്ച്ച് കഴിഞ്ഞ് അല്ല വെട്ടി കഴിഞ്ഞ്. ഇനി അത് നമ്മൾ നോക്കുകയാണ്. 3 തട്ട്, ഇത് ആദ്യത്തെ തട്ട്, ഇത് രണ്ടാമത്തത്, ഇനി ഇത് മൂന്നാമത്തത്. കണ്ടോ? ഈ 3 തട്ടും നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇതിൻ്റെ അരഭാഗം 3 എണ്ണത്തിൻ്റെ അരഭാഗം ഒരേ അളവായിരിക്കണം. ഇനി നമുക്ക് തയ്ക്കാം. ആദ്യം ഇതിൻ്റെ ബോട്ടം അടിക്കണം. ചെറിയ വീതിക്ക് ബോട്ടം നമ്മൾ വീതിക്ക് മടക്കി അടിക്കുകയാണ്. ചെറിയ വീതിക്ക് മടക്കി അടിക്കണം. അത് വലിച്ചടിക്കണം. അതായത് ബോട്ടം എത്രത്തോളം വലിക്കാമോ അത്രത്തോളം വലിച്ചടിക്കണം. കാരണം ഇത് ക്രോസ് തുണിയായതുകൊണ്ട് മാക്സിമം വലിഞ്ഞു വരും. ഇതിൽ നമുക്ക് ചെറിയ കമ്പിയുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് അടിക്കാം. എങ്ങനെ വേണമെങ്കിലും അടിക്കാം. അങ്ങനെ അടിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വില്ല് പോലെ വളഞ്ഞു കിടക്കും. അപ്പം ഇതും മാക്സിമം നമ്മൾ ആ തുണി ഇങ്ങനെ വലിച്ച് തന്നെ ആ ബോട്ടം അടിക്കുമ്പോഴത്തേക്ക് അത് കിടക്കുന്നതുണ്ടോ, ഇതാ ഇങ്ങനെ പെനഞ്ഞ് കിടക്കുക. അത് കാണാനൊരു ഭംഗിയാണ്. അതുകൊണ്ട് മാക്സിമം വലിച്ച് നിങ്ങൾ ഈ ബോട്ടം അടിക്കണം. എത്ര വലിച്ചടിക്കുന്നോ അത്രത്തോളം അത് കാണാനൊരു ഭംഗി. ഇങ്ങനെ വളഞ്ഞ് കിടക്കും. കണ്ടോ? അത് 2 അടി അടിക്കണം. ആദ്യം 1 അടി മടക്കി അടിക്കണം. എന്നിട്ട് വീണ്ടും അത് രണ്ടാമത് ഒന്നും കൂടെ വലിച്ച് വീണ്ടും 1 അടിയും കൂടെ അടിക്കണം. അപ്പോൾ നല്ല ഭംഗിക്ക് അതങ്ങനെ കിടക്കും. നല്ല രസമാണ്. അങ്ങനെ വളഞ്ഞ് ഇതൊരു നൂൽക്കമ്പിയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് ഇതിൻ്റെ അടിയിൽ വെച്ച് അടിച്ചാൽ കുറേ കൂടെ ഇങ്ങനെ വിടർന്ന് നിൽക്കും. നമ്മൾ 3 തട്ട് നമ്മൾ അതുപോലെ അടിച്ച് 3 തട്ടും ഇതുപോലെ ബോട്ടം അടിച്ച് വെച്ച് ഇനി നമുക്കിത് ജോയിൻ്റ് ചെയ്യാം 3ഉം കൂടെ. അതെങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഉണ്ടായ വിളുമ്പ് കണ്ടോ? നമ്മൾ വലിച്ചടിച്ചിട്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. ആ ഒരു ഭംഗിക്ക് ഇരിക്കുന്ന അതുകൊണ്ടാണ്. ഇതിൽ കട്ടിയുള്ള ചെറിയ കമ്പിയുണ്ട്, പിന്നെ ചെറിയ പ്ലാസ്റ്റിക് നൂലുണ്ട്. ഏത് വെച്ച് അടിച്ചാലും നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത്. 3 തട്ടുണ്ട്. ഇത് നമുക്ക് 3ഉം കൂടെ ജോയിൻ്റ് ചെയ്യാം. എത്ര തട്ടുള്ള പാവാട വേണമെങ്കിലും നിങ്ങൾക്ക് തയ്ക്കാം. ഇതുപോലെ തുണി വെട്ടി ഇപ്പം 4 തട്ട് തയ്ക്കാം, 5 തട്ട് തയ്ക്കാം. നല്ല ഭംഗിയായിരിക്കും കൊച്ചു കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയ തട്ടെടുത്ത് അടിയിൽ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ
അതിൻ്റെ അടുത്ത തട്ട് ആ പാവാടയുടെ അടിയിൽ കൂടെ അകത്തൂടെ നമ്മളെടുത്ത് മേളിൽ കൊണ്ടുവന്നിട്ട് അരവണ്ണത്തിൽ പിടിക്കണം ഒരുപോലെ. ആദ്യം ഏറ്റവും ചെറിയ തട്ട് വയ്ക്കണം, എന്നിട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ വലിയ തട്ട് അതിനകത്തൂടെ. ഇനി ഏറ്റവും വലുത് ഈ രണ്ടെണ്ണത്തിൻ്റെ അകത്തൂടെ മേല് അരവണ്ണത്തിൽ കൊണ്ടുപോയി പിടിക്കണം. അപ്പം 3 എണ്ണത്തിൻ്റെ അരവണ്ണം നമുക്കവിടെ പിടിച്ചെടുക്കണം ഒരുപോലെ. അങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ആണ് ഇങ്ങനെയൊക്കെ കാണിച്ച് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതാ 3 എണ്ണത്തിൻ്റെ അരവണ്ണം ഇങ്ങനെ പിടിച്ചിട്ട് ഇനി ആ അരവണ്ണം 3 എണ്ണത്തിൻ്റെ അരവണ്ണം നമ്മൾ ചേർത്ത് ഒന്ന് തയ്ച്ചെടുക്കണം. അതിങ്ങനെ ചിറ്റാകെ തയ്ച്ചെടുക്കണം. അപ്പോൾ 3 ഒരേ അരവണ്ണം ആയിരിക്കണമെന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒന്നിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് 3 എണ്ണത്തിൻ്റെ അരവണ്ണം ഒരേപോലെ ആയിരിക്കണം. ആദ്യം നമുക്ക് ഈ 3 അരവണ്ണം ഒന്ന് ചേർത്തടിക്കാം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നല്ല സാരികളൊക്കെ, പഴയ സാരികളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എടുത്ത് ഇതുപോലെ തയ്ച്ചിട്ട് കൊടുക്കാം. പിന്നെ നല്ല തുണികൾ കിട്ടും, ഇതുപോലെ വാങ്ങിച്ച് നമുക്കിങ്ങനെ തയ്ക്കാം. ഇതൊക്കെ റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ ഓരോരുത്തർ റെഡിമെയ്ഡ് തയ്ച്ചിട്ടയക്കുന്നത് വാങ്ങിച്ചിടുന്നതാണ്. നമുക്കും തയ്ക്കാം ഇതുപോലെ, റെഡിമെയ്ഡ് തന്നെ വേണമെന്നില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഉടുപ്പ് തയ്ച്ച് ചേർത്താൽ നല്ലൊരു ഫ്രോക്കായിട്ട് അങ്ങനെ കിടക്കും. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഉടുപ്പ് തയ്ച്ച് ജോയിൻ ചെയ്യാം. കണ്ടോ, ഇപ്പം നമ്മൾ 3 തയ്ച്ചെടുത്ത്. ഇനി വേണമെങ്കിൽ ഇതിൽ അടിയിൽ ഇനി ഒരു തട്ടും കൂടെ വേണമെങ്കിലും വെക്കാം. ഇനി അതിൻ്റെ ചുറ്റിലും നമ്മൾ ഒരു പട്ട അടിച്ച് ചേർക്കണം. പട്ട നിങ്ങൾക്ക് എങ്ങനെ വേണോ അടിക്കാം, ഇലാസ്റ്റിക്കിൽ വെച്ചടിക്കാം, അല്ലാതെ എങ്ങനെ വേണമെങ്കിലും വെച്ചടിക്കാം. നമ്മൾ ആദ്യം അതിൻ്റെ അരവണ്ണം എത്രയാണെന്ന് അളന്ന് നോക്കിയെടുക്കണം. 18 20 25 എത്ര വേണമെങ്കിലും നമുക്ക് അരവണ്ണം ഇത് കൂട്ടാം. ഇതുപോലൊരു പീസ് തുണി രണ്ടായിട്ട് തയ്ച്ച് 2-3 തയ്യൽ ഇടയ്ക്കിടയ്ക്ക് തയ്ച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ചെറിയ വീതി കുറഞ്ഞ ഇലാസ്റ്റിക് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ അങ്ങനെയാണ് തയ്ക്കുന്നത്. ഒറ്റ ഇലാസ്റ്റിക് ഉള്ളതും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എത്രയെണ്ണോ അരവണ്ണം അത്രയും അരവണ്ണത്തിൽ നമ്മൾ ആ ഇലാസ്റ്റിക് എടുക്കണം. എന്നിട്ട് അതിലും വലിയൊരു പീസ് തുണി എടുക്കണം, എന്നാലേ അത് ചുരുണ്ടിരിക്കുള്ളൂ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് അതങ്ങനെ എടുത്തത്. നമ്മളിപ്പോൾ ഇത് സെപ്പറേറ്റ് വെച്ച് ചേർത്ത് അതിൽ തയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആ പാവാട അര ചുരുണ്ട് പോകും. നമ്മൾ അതിൽ കൂടെ തന്നെ എലാസ്റ്റിക് അടിച്ചാൽ പാവാട ചുരുണ്ട് പോകും. അപ്പോൾ അതൊരു കാണാനൊരു ഭംഗിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഈ വേറെ ഒരു പീസിൽ നമ്മൾ ഇതുപോലെ എലാസ്റ്റിക് ഇട്ട് എടുക്കുന്നത്. ഇതുപോലെ എലാസ്റ്റിക് ഇട്ട് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ബ്ലൗസിൻ്റെ തയ്യലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിനൊരു ചെറിയ ഫീസ് നമ്മൾ ഇതിൽ ജോയിനിങ് കൊടുക്കും. അതിന് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഞാൻ വെക്കും, അതിലാണ് ജോയിനിങ്. ആ ജോയിനിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അടുത്ത ക്ലാസ് ഞാൻ മെമ്പേഴ്സിന് മാത്രമായിട്ട് ഇടുമ്പോൾ എല്ലാവർക്കും, ആ മെമ്പേഴ്സ് ജോയിനിങ് ചെയ്തവർക്ക് മാത്രമായിട്ട് കിട്ടും. അത് ഞാൻ ഒരു ജോയിനിങ് ക്ലാസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അത് ജോയിൻ ചെയ്യുന്നവർക്ക് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്, ബ്ലൗസ് പഠിപ്പിക്കുന്നത് ഒക്കെ കാണാൻ പറ്റും. നമ്മൾ ഇനി ആ ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ചേർത്തടിക്കണം. ചേർത്തടിച്ചാലേ മറ്റേൽ വെച്ച് തയ്ക്കാൻ പറ്റും. കാരണം അത് നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്തിട്ടില്ല. ആ ഇതിൻ്റെ സൈഡ് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ ചേർത്തടിക്കേണ്ട, ആ സൈഡിലേക്ക് ഇതങ്ങ് വെച്ചടിച്ചാൽ മതി. അത് നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് ഇതിങ്ങനെ ചേർത്തടിക്കുക. എന്നിട്ട് ഇനി അത് നമ്മൾ ആ സൈഡിൽ മുകളിൽ അരവണ്ണത്തിൽ വെച്ചടിക്കണം. അരവണ്ണം എത്ര വേണമെങ്കിലും കൂട്ടാം, അതിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആർക്കാണോ തയ്ക്കുന്നത് അവരുടെ അരവണ്ണം അനുസരിച്ച് വേണം ഇതെടുക്കാൻ. ഇതിൽ ഇനി വേണമെങ്കിൽ സൈഡിലൊരു കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പീസ് വെച്ച് അതിൽ ഇലാസ്റ്റിക് ഇട്ടെടുക്കാം.
അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ആ തയ്ച്ചേൽ തന്നെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ടാൽ അതങ്ങ് ചുരുണ്ടു പോകും. അപ്പോൾ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വേറൊരു പീസിൽ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് എടുത്തത്. ഇതിപ്പോൾ ഇലാസ്റ്റിക് ഇട്ട് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടോ? വേറെ തുണിയിലായതുകൊണ്ട് ആ താഴോട്ടുള്ള പാവാട ഭാഗം ചുരുണ്ടിട്ടില്ല. അത് ആ ഭംഗിക്ക് തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ടോ? ഇത് ഇലാസ്റ്റിക് ഇടാതെ ഇതിൽ മേലോട്ട് ഒരു കുഞ്ഞു ഉടുപ്പ് തച്ച് ചേർക്കണം. ഇത് നല്ലൊരു ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാം. കണ്ടോ? നന്നായിട്ടില്ലേ പാവാട? പാവാടയായിട്ടിടാം. ഇതിങ്ങനെ താഴോട്ട് കട്ട് ചെയ്താൽ അരവണ്ണം കൂടി കൂടി വരും. കണ്ടോ? എത്ര കൂട്ടണമെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് കൂട്ടി അരവണ്ണം എടുക്കാവുന്നതാണ്. അരവണ്ണം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പം വലുതായി പോകും. പിന്നെ നമുക്ക് എങ്കിൽ പിന്നെ മൊത്തത്തിൽ എലാസ്റ്റിക് ഇടേണ്ടി വരും. അപ്പോൾ ഇത് ഇങ്ങനെ തയ്ച്ചേക്കുന്നതിൻ്റെ ഒരു ഭംഗി അതുണ്ടാവില്ല. അപ്പോൾ എലാസ്റ്റിക് ഇടുമ്പോൾ നമ്മളതാണ് എലാസ്റ്റിക്കിന് വേറൊരു പീസ് ഇട്ട് തയ്ച്ചത്. അപ്പോൾ താഴോട്ടുള്ള പാവാട ഭാഗം അങ്ങനെ തന്നെ ഇരിക്കും. കണ്ടോ? ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇനി ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഒരു ചുരിദാറിൻ്റെ ഓൾട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ചുരിദാറിൻ്റെ ഷോൾഡർ ഇറങ്ങിപ്പോകുന്നു, വലിയ ഷോൾഡറൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു ക്ലാസ്. ഇതാണ് ആ ചുരിദാർ. ഇതിൻ്റെ ഷോൾഡർ ഇറങ്ങിപ്പോയി. അതൊന്ന് കറക്റ്റ് ചെയ്യാനാണ് ഒരു കുട്ടി എൻ്റെ കൈ കൊണ്ട് തന്നത്. അപ്പോൾ ഞാനത് നോക്കി എന്താ സംഭവം. അതൊരു വണ്ണം കുറഞ്ഞ കുട്ടിയായതുകൊണ്ട് ഇത് കുഴപ്പമില്ല, നമുക്കത് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഷോൾഡറൊക്കെ ഒന്ന് പിടിച്ച് നോക്കിയപ്പോൾ രണ്ടും രണ്ട് ഷോൾഡറായിട്ടിരിക്കുന്നു. ഒന്ന് വലുത്, ഒന്ന് ചെറുത്. റെഡിമെയ്ഡൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ തോന്നിയ കണക്കൊക്കെയല്ലേ തയ്ക്കുന്നത്. ഒരു ഷോൾഡർ വലുതുണ്ട്, ഒരു ഷോൾഡർ ചെറുതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്തോ ചെയ്യുക, ഈ കൈ ആദ്യം അഴിച്ചെടുക്കണം. കൈ നമ്മളിതിപ്പോൾ ലോക്ക് ചെയ്തേക്കുന്ന ലോക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൈ നമ്മൾ ആദ്യം അഴിച്ചെടുത്തു. രണ്ട് കൈയും അഴിച്ചെടുക്കണം. രണ്ട് കൈ നമ്മൾ അഴിച്ചെടുത്തു. ഇനി നമ്മൾ ഷോൾഡർ ഒന്ന് പിടിച്ചു നോക്കണം. റെഡിമെയ്ഡ് വരുന്നത് ഷോൾഡർ പല വിധത്തിലായിരിക്കും, അരവണ്ണം പല വിധത്തിലായിരിക്കും. അതങ്ങനെയാണ്. റെഡിമെയ്ഡിനെല്ലാം ഓൺലൈനിലൊക്കെ മേടിക്കുന്നത് പ്രത്യേകിച്ചും വളരെ ഡിഫറൻസിലായിരിക്കും കിടക്കുന്നത്. ഇത് ഓൺലൈൻ പർച്ചേസ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഷോൾഡർ കണ്ട, ഒന്ന് ചെറുത്, ഒന്ന് വലുത്. നല്ല ഡിഫറൻസിനാണ് ആ ഷോൾഡർ കിടക്കുന്ന പോലെ. അപ്പോൾ ഇതൊരു വണ്ണം കുറഞ്ഞ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷോൾഡർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കൈക്കുഴി വലുതാവും. കൈക്കുഴി വലുതാകുമ്പം ആ ഇതിൽ വച്ചിരുന്ന കൈ ഇതിൽ കറക്റ്റ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ആ കൈയുടെ അടിഭാഗത്ത് ഒരു ചെറിയ പീസ് ഇതിൻ്റെതോ അല്ലെങ്കിൽ ഇതുപോലെ കളറുള്ളതോ ആയിട്ടൊരു പീസ് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച് അടിക്കാൻ. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് വണ്ണം കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ചെസ്റ്റിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. അതുകൊണ്ട് ഷോൾഡർ നമ്മളിതാ കുറച്ച് കട്ട് ചെയ്യണം. ഷോൾഡർ കട്ട് ചെയ്തു. ഇപ്പോൾ രണ്ടും തുല്യമായിട്ടാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ആ കൈ വെച്ച് തയ്ക്കണം. അപ്പോൾ ഇത് കൈ ഷോൾഡർ കട്ട് ചെയ്തത് കൊണ്ട് ഈ കൈയുടെ ഇത് ആം ഹോൾ കറക്റ്റ് ആവൂല, ചെറുതായിരിക്കും. ഇത് കൈ ചെറുതായിരിക്കും, പക്ഷെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ആം ഹോൾ വലുതായിട്ടുണ്ട്. ഇതിൻ്റെ കൈ ലെങ്തും കുറയ്ക്കണം. നമുക്ക് ആദ്യം കൈ ജസ്റ്റ് ഒന്ന് ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്യും. കൈ നീളം ഇതിൻ്റെ
കുറയ്ക്കണം, കുറച്ച് കൈ നീളം കുറയ്ക്കണമെന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് ഇതാ ഈ സൈഡ്, അതായത് ചെസ്റ്റിൻ്റെ അവിടെ ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ ചെസ്റ്റ് വണ്ണം കുറച്ച് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആദ്യമേ ആം ഹോളിൻ്റെ ആ ഭാഗം, ചെസ്റ്റിൻ്റെ അവിടെ ഭാഗം നമുക്ക് കുറച്ച് കട്ട് ചെയ്യുക. അപ്പം കൈ വെച്ച് തയ്ക്കാൻ കറക്റ്റ് ആകും. ചെസ്റ്റ് വണ്ണം ഓൾറെഡി കുറയ്ക്കാനുള്ളത് കൊണ്ട്. ഇനി കുറയ്ക്കാനില്ലാത്തവർക്കാണെങ്കിൽ ഈ ചെസ്റ്റ് വണ്ണത്തിൽ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യുമ്പോൾ അതിൽ വെച്ച് തയ്ക്കാൻ തികയൂല കൈ. അപ്പോൾ എന്ത് ചെയ്യണം, ആ കൈയുടെ സൈഡിൽ ഒരു ചെറിയ പീസ് ഈ തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ കളറുള്ള ഏതെങ്കിലും ഒന്ന് അടിഭാഗത്തേക്കാണ് പോകുന്നത്, അതുകൊണ്ട് അറിയത്തില്ല. അതുകൊണ്ട് ഒരു ചെറിയ പീസ് വെച്ച് തയ്ച്ചിട്ട് വേണം ഷോൾഡർ നമ്മൾ ഇതിൽ വെച്ച് പിടിപ്പിക്കാൻ. ഇപ്പോൾ നമ്മളതെല്ലാം വച്ച് പിടിപ്പിച്ചു. നമ്മൾ ഷോൾഡർ വെച്ച് പിടിപ്പിച്ചു, കൈ നീളം കുറച്ചു, എല്ലാം ചെയ്തു. അത്രയേ ഉള്ളൂ. നമ്മൾ ഷോൾഡർ കട്ട് ചെയ്ത് കൈയും കട്ട് ചെയ്ത് വെച്ചു. കണ്ടോ, ഇത് വണ്ണം കുറയ്ക്കണമെന്നുള്ളത് കൊണ്ട് നമുക്ക് ആം ഹോളിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് കൈ വെച്ചടിച്ചപ്പോൾ കറക്റ്റായി. ഇനി കട്ട് ചെയ്യാത്തവർക്കാണെങ്കിൽ ഒരു ചെറിയ ഭാഗം ആ കൈയുടെ അടിയിലോട്ട് വെച്ച് തയ്ക്കുമ്പോൾ അത് കറക്റ്റാണ്. ഓക്കെ, ആ പാവാടയാണ് നീ കാണുന്നത് കേട്ടോ.